ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാക്ഷണൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ചോദിക്കട്ടെ, ഈ 50%-നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? എങ്ങനെ എഴുതാം? നമ്മളെപ്പോഴും 50%-നെ എങ്ങനെ പറയാ? 50/100 എന്ന് പറയാം അല്ലേ? നമുക്കിതിനെ ഒന്നും കൂടെ ചെറുതാക്കി കൂടെ. അപ്പം എന്ത് വരും? അതായത് 1/2 അല്ലേ? അതൊരു ഫ്രാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 25%-നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? 25/100. ഇത് ഓൾറെഡി ഒരു ഫ്രാക്ഷൻ ഫോം ആണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കാം അല്ലേ? അപ്പം എങ്ങനെയാക്കാം? 25/100 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/4 എഴുതിക്കൂടെ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 30%-നെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം? എങ്ങനെ എഴുതാം? 30/100 എഴുതിയാൽ പോരെ? അപ്പം എങ്ങനെ കിട്ടും നമുക്ക് ആൻസർ? എന്ത് കിട്ടും? 3/10. ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണോ ഫ്രാക്ഷണൽ പെർസെൻറ്റേജ് എഴുതുന്നത് എന്ന് ക്ലിയർ ആയോ? അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം എന്ന് പഠിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഫ്രാക്ഷണൽ പെർസെൻറ്റേജ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ഈച്ച് പെർസെൻറ്റേജ് ബിലോ ആസ് എ ഫ്രാക്ഷൻ ഓഫ് സംതിങ്. ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ഫോമിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാ? പെർസെൻറ്റേജിലാണല്ലോ തന്നിരിക്കുന്നത്. നമ്മൾ പെർസെൻറ്റേജ് നോക്കുന്നത് എപ്പോഴും എങ്ങനെയാ? 100-ലാണല്ലോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? 6 എന്തായിരുന്നു? 6 1/4%. ഇതല്ലേ ചോദ്യം? നമുക്ക് പെർസെൻറ്റേജിൽ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? /100 എന്ന് എഴുതണ്ടേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 1/4 × 1/100 എഴുതിക്കൂടെ? ഇങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം പെർസെൻറ്റേജിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? 1/100 ഫോമിൽ എഴുതി. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് 1/, എഴുതിയത്? നമുക്കിവിടെ കിടക്കുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ? നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷനൊക്കെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ ഇനി എന്താക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെയാക്കാം? നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എങ്ങനെയാണ് ചെയ്തിരുന്നത്? എന്ത് ചെയ്യും നമ്മൾ? 4 × 6, അതായത് എത്രയാണ്? 6 × 4 എത്രയാണ്? 24. 6 × 4 + 1 അല്ലേ? 6 × 4 + 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 വരും. ഇൻറ്റു എന്ത് വരും? 1/100. അതായത് ഇവിടെ എത്രയാ വരാ? 6 × 4 എത്രയാ? 24 ആണല്ലേ? 24 + 1 എത്രയാ? 25. അപ്പോൾ 25 എത്ര വരും? 4 × 1/100. അതായത് എത്രയാ വരാ? ഇവിടെ എങ്ങനെ ചെയ്യാം നമ്മൾ? 25 × 1 ചെയ്യും. 25 × 1 ഡിവൈഡഡ് ബൈ 4 × എന്ത് ചെയ്യും? 100. അതായത് എത്ര കിട്ടും നമുക്ക്? 25 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 4 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 400. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇതിനെ ചെറിയ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര കിട്ടും? 25-ൻ്റെ ടേബിൾ എടുക്കുമ്പോൾ 25 1 ടൈമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ 400-നെ 25 വെച്ചൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. എന്ത് ചെയ്ത് നോക്കാം? 400-നെ 25 വെച്ച് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16. കിട്ടിയോ എല്ലാവർക്കും? 16 ആൻസർ കിട്ടിയോ? ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 16. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഫ്രാക്ഷൻ? 1/16. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഇതുപോലെ അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം. എന്താ നമ്മുടെ അടുത്ത ചോദ്യം? ഏത് ചെയ്യാം? നമുക്കിത് ചെയ്യാം അല്ലേ? 8 1/3%. 8 1/3%. നമ്മൾ ആദ്യം എന്താ ചെയ്തിരുന്നത്? ഈ പെർസെൻറ്റേജിനെ എന്താക്കും? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതി. 8 1/3 ഇൻറ്റു എന്ത് ചെയ്യും? 1/100 എന്ന് എഴുതി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നത് നമ്മൾ എന്താക്കും? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? 3 × 8. പിന്നെ എന്ത് ചെയ്യണം? +1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 × എന്ത് വരും? 1/100. ക്ലിയർ ആയോ? ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഈക്വൽ ടു 3 × 8 എത്രയാണ്? 24 +1 ചെയ്യുമ്പോൾ എത്ര വരും? 25. 25/3 ഇൻറ്റു എത്ര വരും? 1/100. ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? 25 × 1 ചെയ്യുക, 3 × 100 ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ 25 × 1 എന്ത് വരും? 25
3 × 100 എത്രയാണ് വരുന്നത്? 300. ക്ലിയർ ആയോ എല്ലാവർക്കും? അതായത് എത്ര വരും ആൻസർ? നമുക്ക് 25ന് എന്ത് ചെയ്യാം? 300ൽ ഉണ്ടോയെന്ന് നോക്കാം. 25ൻ്റെ ടേബിളിൽ 300 ഉണ്ടോയെന്ന് നോക്കാം. എങ്ങനെ ചെയ്യാം? നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് ആൻസർ കിട്ടുക? 12 × 25 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. അപ്പോൾ എത്ര എഴുതാം നമുക്ക്? ന്യൂമറേറ്ററിൽ എന്ത് എഴുതാം? 1 എഴുതാം അല്ലേ? 25ൻ്റെ ടേബിൾ 25 × 1 ആണ് എന്ത് വരുന്നത്? 25. അപ്പോൾ നമുക്ക് 1 എഴുതാം. ഡിനോമിനേറ്ററിൽ എത്ര എഴുതേണ്ടത്? നമുക്ക് ഹരിച്ച് കിട്ടിയ ആൻസർ അല്ലേ? ഡിവിഷൻ ചെയ്തപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. അപ്പോൾ എത്രയാണ് ആ ഫ്രാക്ഷൻ? അതായത് 8 1/3% എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് ആക്കിയപ്പോൾ എന്തായി? 1/12 ആയി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് തന്നിട്ട് എങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് കണ്ടുപിടിക്കാം എന്നൊക്കെ പഠിച്ചല്ലേ. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ തന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. എന്താണ് ചോദ്യം? There are 715 children in a school and 450 of them are girls. അതായത് ഒരു സ്കൂളിൽ ടോട്ടൽ എത്ര ചിൽഡ്രൻസ് ഉണ്ട്? 750. അപ്പോൾ നമുക്ക് എഴുതാലോ, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എത്രയാണ്? 750 ആണല്ലേ. അതിൽ 415 450 എത്രയാണ്? ഗേൾസ് എത്രയാണ്? 450. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ്? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഗേൾസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് സൈൻ വരുന്ന രീതിയിൽ ആൻസർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ എത്രയാണ്? 750. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 750 ആണ് ടോട്ടൽ. ഈ 750ലാണ് എത്ര ഗേൾസ്? 450. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 450 എഴുതാം. ക്ലിയർ ആയോ? അതായത് എപ്പോഴും നമ്മൾ ടോട്ടൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഡിനോമിനേറ്ററിലാണ് ടോട്ടൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗേൾസിൻ്റെ എണ്ണമാണ് നമ്മൾ എവിടെ എഴുതുന്നത്? ന്യൂമറേറ്ററിൽ മുകളിൽ എഴുതുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇൻറ്റു എന്ത് ചെയ്യണം? നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും നോക്കുന്നത് 100-ലല്ലേ? ഇൻറ്റു 100% കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ആൻസർ എന്തിൽ എഴുതാം? പെർസെൻറ്റേജിൽ എഴുതാം. ഇതെങ്ങനെ എഴുതാം? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 415 450നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 450 ഇൻറ്റു 100 ബൈ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എന്താണ്? 715 750 അല്ലേ? അതങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇത്രയും പെർസെൻറ്റേജ് ആണ് നമ്പർ ഓഫ് ഗേൾസ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. എന്ത് വരും? 4 5 1 3 zeros വരും ബൈ 750% വരും. എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? നമുക്ക് സീറോസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു? 4500/75 വന്നു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4500നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് ആൻസർ വരുന്നത്? 60. വെറുതെ 60 എന്ന് എഴുതിയാൽ മതിയോ? പോരാ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 60% എന്ന് എഴുതണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ കണക്കിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടതാണല്ലോ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന വേറൊരു പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓഫ് 600 grams ഓഫ് ഷുഗർ 500 grams ഈസ് യൂസ്ഡ് അപ്പ്, വാട്ട് പെർസെൻറ്റേജ് ഈസ് ലെഫ്റ്റ്? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? മൊത്തം എത്രയുണ്ട്? 600 grams ഓഫ് ഷുഗർ ഉണ്ട് അല്ലേ? അതിൽ 500 grams എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റ് ഈസ് ലെഫ്റ്റ്? അതായത് കുറച്ച് ഷുഗർ ബാക്കി ഉണ്ടാവല്ലോ. അപ്പോൾ ബാക്കി വരുന്ന ഷുഗർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഷുഗർ ലെഫ്റ്റ്. ബാക്കി വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ? അതായത് 600 ഉണ്ടായിരുന്നു ടോട്ടല്, യൂസ് ചെയ്തത് എത്രയാണ്? 500. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 600ൽ നിന്ന് 500 മൈനസ് ചെയ്ത 100 grams. ക്ലിയർ ആയോ? അപ്പോൾ 100 gram ഷുഗറിൻ്റെ പെർസെൻ്റ് ആണ് നമുക്കിനി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റ് ഓഫ് 100 gram ഓഫ് ഷുഗർ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 600ലാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? 100% പറഞ്ഞിരുന്നത്. ഇൻറ്റു എന്ത് ചെയ്യാം? 100%. ക്ലിയർ ആയോ? ഇവിടെ എത്ര വരും ആൻസർ? 10000. 4 zeros വരും അല്ലേ? 100 × 100 ഡിവൈഡഡ് ബൈ 600
പെർസെൻറ്റേജ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ള സീറോസ് രണ്ടെണ്ണം, 2 സീറോസ് താഴെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 സീറോസ് മുകളിലും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വന്നു ബാക്കി, 100/6%. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 100/6%. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 100നെ 6 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്കിവിടെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ആ ഫ്രാക്ഷനെ പെർസെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കിയേ, എക്സ്പ്രസ് ദ പെർസെൻറ്റ് ഈച്ച് ഫ്രാക്ഷൻ ബിലോ ഇൻഡിക്കേറ്റ്സ്. അതായത് താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം, പെർസെൻറ്റ് ഫോം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്ത് വരും? ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു, 3/8 ആയിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെ പെർസെൻറ്റിൽ എഴുതാം, 3/8 × 100 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, പെർസെൻറ്റിലേക്ക് എഴുതിക്കൂടെ. ഒപ്പം എന്ത് ചെയ്യണം, നമ്മൾ പെർസെൻറ്റിൻ്റെ സിമ്പലും കൂടെ ഇടണം. ഓക്കെ, എന്ത് വരും, 3 × 100 എന്ന് പറയുന്നത് എന്ത് വരും, 300/8%. ആൻസർ എത്ര വരും, 300/8 എന്ന് പറയുന്നത് 37.5%. നമ്മൾ 300നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ, 300നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 37.5 കിട്ടുക കേട്ടോ. പോയിന്റ് ഒക്കെ വരും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജിൽ എഴുതാം. ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്, 7/20 ആണല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. 7/20 7/20നെ നമുക്ക് എന്ത് ചെയ്യണം, പെർസെൻറ്റേജിൽ എഴുതണം അല്ലേ. പെർസെൻറ്റേജിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു 100% എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എന്തെഴുതാം, 7 × 100 എന്ന് പറയുന്നത് 700/20%. ഇങ്ങനെ എഴുതിക്കൂടെ. ക്ലിയർ ആയോ? ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്ററിൽ ഒരു 0 വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ 0 ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 0 കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആണ്, നമുക്ക് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ട് 0 വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നു, 70/2%. എത്ര കിട്ടും, 70/2 എന്ന് പറയുന്നത് 70ൻ്റെ പകുതിയാണല്ലേ. അപ്പോൾ എത്ര വരും, 35%. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഇനിയിപ്പോൾ പെർസെൻറ്റേജിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും അറിയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം. എന്താ നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 40% ഓഫ് 60 ആൻഡ് 60% ഓഫ് 40? എന്താ പറഞ്ഞിരിക്കുന്നത്, 40% 60 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 60% 40 എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ ആൻസർ? ഇല്ല, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെ ചെയ്യാം, അതായത് നമുക്ക് എഴുതാം 40% ഓഫ് 60 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് 60 × 40/100 എന്നല്ലേ, അല്ലേ, 60 × 40/100. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 60 × 40 എന്ന് പറയുന്നത് എത്രയാണ്, 2400/100 എന്ന് പറയുന്നത് എത്ര ആൻസർ വരുന്നത്, 24 അല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് ആൻസർ എത്ര കിട്ടി, 24 കിട്ടി അല്ലേ. ഇനി ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെയും ചെയ്യാം നമുക്ക്. അപ്പോൾ എന്ത് വരും, 60% ഓഫ് 40 ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. 60% ഓഫ് 40 എങ്ങനെ കണ്ടുപിടിക്കാം, 60% ഓഫ് 40 നമുക്ക് എങ്ങനെ എഴുതാം, 40 അതായത് 40 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് 60/100, 40 × 60/100 എത്രയാണ് കിട്ടുന്നത്, 2400/100 വരും. സീറോസ് കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും ആൻസർ, 24. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 40% ഓഫ് 60 എന്ന് പറയുന്നതും 60% ഓഫ് 40 എന്ന് പറയുന്നതും സെയിം ആൻസർ അല്ലേ. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ദെയർ ഈസ് നോ ഡിഫറൻസ് അല്ലേ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു സ്കൂളിലെ കണക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം, ഇൻ എ സ്കൂൾ there are 1214 children and 30% of them are girls. എന്താ പറഞ്ഞിരിക്കുന്നത്, 1240 കുട്ടികളുള്ളൊരു സ്കൂള്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എത്രയാണ്,
1240. അതിൽ ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 30% അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ സ്കൂൾ. ആ സ്കൂളിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഗേൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാം ആദ്യം. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ 1240 ഇൻറ്റു ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 30/100 ഈക്വൽ ടു എത്ര വരും? ഈ 1240നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ആൻസർ കൊണ്ട് എന്ത് ചെയ്യണം? /100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 372. അതായത് നമ്മുടെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 372. 372 കിട്ടിയോ ആൻസർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കുന്നത്? ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ബോയ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ ഗേൾസിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യാം? 1240 മൈനസ് എന്ത് ചെയ്യാം? ഗേൾസിൻ്റെ എണ്ണം മൈനസ് ചെയ്യാം. അപ്പം എത്ര കിട്ടും നമുക്ക് ആൻസർ? 868 കിട്ടിയോ? അപ്പം എത്ര ബോയ്സ് ഉണ്ട് അവിടെ? 868 അല്ലേ? 868 നമ്പർ ഓഫ് ബോയ്സ് ആണ് ആ സ്കൂളിലുള്ളത്. ക്ലിയർ ആയോ? ഈ പ്രോബ്ലം നമ്മൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ 30% ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 100ൽ നിന്നും 30 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70% കിട്ടും അല്ലേ? അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വെച്ച് ഇൻറ്റു 70/100 വെച്ചും ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കിയാലോ? 23% ഓഫ് എ നമ്പർ ഈസ് 69. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു നമ്പറിൻ്റെ 23% എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണ്? 69 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ നമ്പർ? ഏതാ ആ നമ്പർ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒരു നമ്പർ, നമുക്ക് നമ്പർ അറിയില്ല, ആ നമ്പറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? 23%. നമ്മൾ എങ്ങനെ എഴുതും 23%? 23/100 ഈക്വൽ ടു എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 69. ചോദ്യം ക്ലിയർ ആയോ? ഒരു നമ്പറിൻ്റെ 23% എന്ന് പറയുന്നത് എത്രയാണ്? 69 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഈക്വൽ ടു എന്ത് എഴുതാം? 69 ഇൻറ്റു എന്ത് ചെയ്യാം? 23/100 നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 100/23. ക്ലിയർ ആയോ? അപ്പോൾ എത്ര വരും ആൻസർ? 69 ഇൻറ്റു 100 എന്ന് പറയുന്നത് 6900/23. എത്ര കിട്ടും ആൻസർ? 300. ക്ലിയർ ആയോ? അപ്പോൾ ഏതാണ് ആ നമ്പർ? 300. അതായത് ഒരു നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 300 എന്ന് പറയുന്ന നമ്പറിൻ്റെ 23% എന്ന് പറയുന്നത് എത്രയാണ്? 69 എന്ന് പറയുന്ന നമ്പറാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇതുപോലെ തന്നെ വരുന്ന വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം? 10% ഓഫ് എ നമ്പർ ഈസ് 1.5. അതായത് ഏതോ ഒരു നമ്പറിൻ്റെ 10% എടുത്തപ്പോൾ എത്ര കിട്ടി? 1.5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ അറിയത്തില്ല, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഇൻറ്റു 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. 10/100 ഈക്വൽ ടു എത്രയാണ്? 1.5 ആണല്ലേ? എത്രയാണ്? 1.5. ഇവിടെ എന്താണ്? ഡെസിമൽ ആണല്ലേ? പോയിന്റ് വന്നു. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഈക്വൽ ടു എന്ത് വരും? 1.5 ഇൻറ്റു 10/100 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? റെസിപ്രോക്കൽ വരുമല്ലേ? അപ്പോൾ 100/10 എന്നാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1.5നെ നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 150. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ചേർക്കണം അല്ലേ? അപ്പോൾ ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ചേർക്കുമ്പോൾ നമുക്ക് ആ 0 എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 150/10 എഴുതാം. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 50. അതായത് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്?
15 ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ 1.5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമ്മൾ പോയിന്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 1500 കിട്ടും അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ആഡ് ചെയ്യണം അല്ലേ നമുക്ക്? അപ്പോൾ ഇവിടെ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ആ 0 കൂട്ടണ്ട. അപ്പോൾ നമുക്ക് ആ 0നെ എടുക്കണ്ട. അപ്പോൾ ബാക്കി എന്ത് വരും? 150/10 വരും. അപ്പോൾ 150നെ 10 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 15 അല്ലേ കിട്ടുക? അപ്പോൾ എത്രയാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്? 15. അപ്പോൾ ഇവിടെ നോക്കിയേ, 15 എന്ന് പറയുന്ന നമ്പറിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 1.5. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താ നമ്മുടെ ചോദ്യം? കണ്ണൻ ഹാസ് 600 rupees. He gave 50% of this to Thomas. അതായത് കണ്ണൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 600 രൂപയുണ്ട് അല്ലേ? 600 rupees ഉണ്ട്. അതിൽ 50% കണ്ണൻ ആർക്ക് കൊടുക്കാണ്? തോമസിന് കൊടുക്കാണ്. The Thomas gave 33.1/3% of what he got to ഹംസ. അതായത് എന്താ ചെയ്തേ? ഈ തോമസ് അവൻ്റെ 33.1/3%, അവിടെ എന്താണ്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ടല്ലേ? നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷന് എങ്ങനെയാ പ്രോപ്പർ ഫ്രാക്ഷനും അതേപോലെ തന്നെ എങ്ങനെയാ എമൗണ്ടും വരുന്നത് എന്ന് കണ്ടുപിടിച്ചു അല്ലേ? അതേപോലെ അവിടെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നും 33.1/3% ആർക്ക് കൊടുത്തു? ഹംസയ്ക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹംസ ഗെറ്റ്? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹംസയ്ക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തോമസിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എമൗണ്ട് തോമസ് ഗെറ്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് 600 രൂപയുടെ എത്ര പെർസെൻറ്റേജാ കൊടുത്തേ? 50%. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 600 into 50/100 എത്ര കിട്ടും ആൻസർ? എത്രയാണ് ആൻസർ കിട്ടുക? 300 കിട്ടിയോ? അതായത് തോമസിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 300 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 300 രൂപയിലാണ് എത്ര പെർസെൻറ്റേജ് ഹംസയ്ക്ക് കൊടുത്തു? 33.1/3. മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹംസ ഗോട്ട്, ഹംസയ്ക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 300ൻ്റെ 33.1/3%. അപ്പോൾ എഴുതാം 300 into 33.1/3%. എങ്ങനെ എഴുതാം ഈ പെർസെൻറ്റേജിനെ? 300 into 33.1/3%. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അല്ലേ? അതായത് 3 into 33 എന്ന് പറയുന്നത് എത്രയാണ്? 99 ആണ്. 99 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 100. 100/3. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ പെർസെൻറ്റേജിനെ മാറ്റി എഴുതണം അല്ലേ? പെർസെൻറ്റേജിനെ മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/100 എന്ന് എഴുതണം. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് 1/100 വന്നത്? ഇവിടെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ 50/100 എന്ന് എഴുതി. പക്ഷെ ഇവിടെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്തു? പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയപ്പോൾ എത്ര കിട്ടി? 100/3 കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ പെർസെൻറ്റേജ് ഒന്ന് മാറ്റണം. അപ്പോൾ അതിനെന്ത് ചെയ്തു? 1/100 എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടും ആൻസർ? ഇവിടെ നോക്കിയേ, 300 into 100 into 1 എന്ന് പറയുന്നത് എന്ത് വരും? 3. എത്ര സീറോസ് വരും? 4 സീറോസ് വരും. 30,000/3 into 100 എന്ന് പറയുന്നത് എത്രയാണ്? 300. എന്ത് ചെയ്താൽ മതി? 2 സീറോ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വന്നു? 300/3 വന്നു. 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി. അതായത് ഹംസയ്ക്ക് എത്ര രൂപ കിട്ടി? 100 രൂപയാണ് കിട്ടിയത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടേബിൾ പ്രോബ്ലംസ് ചെയ്യാൻ ഇഷ്ടമല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. അപ്പോൾ അതുപോലുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. എന്താ നമ്മുടെ ചോദ്യം? ഓൾ ചിൽഡ്രൻ ഇൻ ക്ലാസ് 7 പാസ്ഡ് എ മാത്ത് എക്സാം. ഡീറ്റെയിൽസ് ഓഫ് ഗ്രേഡ്സ് ആർ ഗിവൺ. അതായത് 7ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ പാസ്സായ എക്സാമിൻ്റെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? ഗ്രേഡ് തന്നിട്ടുണ്ടല്ലേ? A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, D ഗ്രേഡ്, അങ്ങനെ ഗ്രേഡ് തിരിച്ച് തന്നിട്ടുണ്ട്. പേഴ്സൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് പേഴ്സൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. 40%, 30%, 25%. ഡിയുടെ എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ നമുക്ക് ഒരു 3 പേരുടെയും
ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 9 ആണ്, 9 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എവിടെയൊക്കെ ഫില്ല് ചെയ്യണം? ഈ 4 കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതിന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിക്കുക? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 40, 30, 25. എവിടുത്തെ പെർസെൻറ്റേജാ തരാത്തെ? ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിച്ചൂടെ പെർസെൻറ്റേജ്? അതായത് ടോട്ടൽ പെർസെൻറ്റേജ് എത്രയാണ് വരാ? 100 ആണല്ലേ? അതായത് എല്ലാവരുടെയും എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഡി ഗ്രേഡും കിട്ടിയ പെർസെൻറ്റേജ് ടോട്ടൽ നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 100-ലല്ലേ നമ്മളെപ്പോഴും പെർസെൻറ്റേജ് പറയാ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് എങ്ങനെ ചെയ്യാം? എ ഗ്രേഡ് കിട്ടിയത് 40 പേർക്കാണ്. അതുപോലെ തന്നെ ബി ഗ്രേഡ് കിട്ടിയത് 30% ഓഫ് കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ സി ഗ്രേഡ് കിട്ടിയത് 25%. ഇതെല്ലാം പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പെർസെൻറ്റ് ഓഫ് ഡി ഗ്രേഡ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇവരുടെ മൊത്തം ടോട്ടൽ പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 100ൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് എന്ത് ചെയ്താൽ മതി? 40 + 30 + 25. എത്ര കിട്ടും ആൻസർ? 100 മൈനസ് 95. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 5%. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിവിടെ ഡിയുടെ പെർസെൻറ്റേജ് എത്രയാണ്? 5 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഒരു കോളം ഫില്ലായില്ലേ? മനസ്സിലായോ എല്ലാവർക്കും? അതായത് എല്ലാ പെർസെൻറ്റേജും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് ടോട്ടൽ വരേണ്ടത്? 100 ആണ് വരേണ്ടത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിക്കുക അല്ലേ? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഒരു ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാ? ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാ തന്നിരിക്കുന്നത്? 9 തന്നിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ചിൽഡ്രൻ ഗെറ്റ് ഡി ഗ്രേഡ്. എത്രയാ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം? 9 ആണല്ലേ? അവരുടെ പേഴ്സൻ്റ് എത്രയായിരുന്നു? പേഴ്സൻ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 5% എന്നായിരുന്നു. അപ്പോൾ നമുക്കിനി ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു 5% by 100 എന്ന് പറയുന്നതല്ലേ നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ചേ? 9 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. 9 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നതല്ലേ? ഇവിടെ നോക്കിക്കേ, 9 എന്ന് പറയുന്ന ആൻസർ നമുക്ക് തന്നിട്ടുള്ളതാണ്. അതായത് ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഇനി എന്താ കണ്ടുപിടിച്ചത്? പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ത് ചെയ്യും നമ്മൾ? ഇൻറ്റു 5% എന്നാണ് വന്നിരിക്കുന്നത്. 5% നമുക്ക് എന്ത് എഴുതാം? 5/100 എന്ന് എഴുതാം. എത്രയാണ് ആൻസർ? നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ഡി ഗ്രേഡ് എത്രയാണ്? 9 ആണല്ലേ? 9 കുട്ടികൾക്കാണ് ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു 9 ഇൻറ്റു എന്ത് വരും? 5/100 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/5 എന്നാവും. ആൻസർ എത്ര വരും? 900/5 ചെയ്യണം അല്ലേ? എത്ര കിട്ടും? 180. എത്ര കിട്ടി നമുക്ക്? 180 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 180 കുട്ടികളുടെ പേഴ്സൻ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ചിൽഡ്രൻ? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇതിൻ്റെ നമ്പർ ഓഫ് ചിൽഡ്രൻ നമുക്ക് തന്നിട്ടുണ്ട് 180 ആണെന്ന്. 180 ഇൻറ്റു 40/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 72%. ക്ലിയർ ആയോ? 72% കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അതുപോലെ തന്നെ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായിരുന്നു?
180 ഇൻറ്റു 30/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 54. ക്ലിയർ ആയോ? ഇനി സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഇൻറ്റു ഇവിടെ എത്ര പെർസെൻ്റ് ആണ്? 25. 25/100 ഈക്വൽ ടു എത്ര കിട്ടും? 45. ക്ലിയർ ആയോ? ഇപ്പം നമ്മൾ ഫില്ല് ചെയ്തില്ലേ? എല്ലാ ഒഴിഞ്ഞു കിടന്ന കോളമും നമ്മൾ ഫില്ല് ചെയ്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ടേബിൾ പ്രോബ്ലംസും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? പേഴ്സൻറ്റേജിനെ പറ്റി പഠിച്ചല്ലേ? പേഴ്സൻറ്റേജിനെ പറ്റി കൂടുതൽ ഐഡിയാസ് കിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളിനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ പേഴ്സൻറ്റേജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് ഉപയോഗിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? ഇനി ഇന്നടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വയ്ക്കാം. മിസ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്